ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും ഇന്ന് പതിവ് പണിക്ക് വന്നിരിക്കുകയാണ്. തോട്ടിലാണ് കേട്ടോ. തോടെന്ന് പറയുമ്പോൾ ഇവിടെ വറ്റി വരേണ്ടതേ കിടക്കുന്നു. വെള്ളമില്ല, വെള്ളം വറ്റിപ്പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പുല്ല് പറിക്കാം. അപ്പോൾ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോട്ടിൻ്റെ ഇറമ്പിൽ നിന്ന് ഇഷ്ടം പോലെ പുല്ല് പള്ളയൊക്കെ കിട്ടും. ചേച്ചി അവിടെ കിടന്ന് പറിക്കുന്നുണ്ട്, ഞാനിതുപോലെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്. എന്നും കാണുന്ന കോസ്റ്റ്യൂംസ് തന്നെയാണ് ഇന്നും. കാരണം പുല്ല് പറിക്കാനുള്ള കോസ്റ്റ്യൂമാണിത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് അലക്കാം. ഞാൻ അവിടെ ഇച്ചിരി കാണിക്കാം കേട്ടോ. കല്ലുകളല്ലേ വെറുതെ ഇരിക്കുക, നല്ല കല്ലുകളാണ് കേട്ടോ. അങ്ങോട്ട് പോയാൽ നല്ലൊരു പാറയുണ്ട്, അവിടെ കയറി ഇരുന്ന് ഫോട്ടോ എടുത്താൽ നല്ലതാണ്. പക്ഷെ ഞാൻ തന്നെ എങ്ങനെ ഫോട്ടോ എടുക്കും? അതുകൊണ്ട് ഇത് കൈ പിടിച്ചുകൊണ്ട് നടന്ന് കാണിക്കാം. കണ്ടോ, നല്ല രസമല്ലേ? വെള്ളം വരുമ്പോൾ ഇച്ചിരി കൂടെ രസമായിരിക്കും. വെള്ളം ഉണ്ടാകുന്നപ്പോഴത്തെ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ അങ്ങനെ അലക്കുന്നേ, അത് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇവിടെ ഞാൻ ഇറങ്ങി അലക്കിക്കൊണ്ടിരിക്കുന്നു. പാറയായിപ്പോയി. അതിന് തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്. കുളമല്ല, ഇച്ചിരി കുഴി പോലെ. അവിടെ ഒരു ഇച്ചിരി വെള്ളം കിടപ്പുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. അത് ഞങ്ങളുടെ ഇവിടെ ചെരുവക്കുഴി എന്ന് പറയും. അവിടെ ഇപ്പോൾ പുല്ലൊക്കെ ഇച്ചിരിച്ച് കിടത്തിട്ടുണ്ട്. ഒരു മഴ പെയ്തു. ഇന്നലെ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് മഴ പെയ്തില്ല കേട്ടോ. ഞങ്ങളുടെ പ്രദേശങ്ങളൊക്കെയാണ് തോടും പ്രദേശങ്ങളും. കാണിക്കുക, വീഡിയോ എടുക്കാവുന്ന സമയം കിട്ടിയില്ല. ഇന്ന് 2 ദിവസം അവധി കിട്ടിയത് കാരണം. അല്ലെങ്കിൽ വന്ന് ജോലി കഴിഞ്ഞിട്ട് ആ ക്ഷീണത്തിലങ്ങ് കിടക്കും. അപ്പോൾ ആരെയും വിളിക്കാറുമില്ല, സംസാരിക്കാറുമില്ല, സമയമില്ല. അതിനെല്ലാവരും പറയും ഇപ്പോൾ സമയമില്ലെന്ന് പറയാം. പക്ഷേ ഇതുണ്ട്, അവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്, നല്ല പാറയൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇരുന്നിട്ട് ഈ കല്ലയിൽ തന്നെ ഇരിക്കണം എന്നുണ്ടായിരുന്നു. കല്ലിൽ കയറി ഇരിക്കട്ടെ. അയ്യോ, ഞാൻ ഈ പാറപ്പുറത്ത് നിന്നിരുന്ന് പുഷ് ചെയ്ത്. ഇഷ്ടംപോലെ പാറ കേട്ടോ, നല്ല രസമാണ് കാണാൻ. വെള്ളം ഇച്ചിരി കൂടെ ആവട്ടെ, അപ്പം ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. വെള്ളമില്ലാത്ത കാരണം ഇവിടെ പാറയിലൊക്കെ വന്നിരിക്കാൻ സുഖം. അപ്പോൾ എന്തായാലും നാളെ ഈസ്റ്ററാണ്. എല്ലാവർക്കും അഡ്വാൻസ് ഈസ്റ്റർ ആശംസകൾ അറിയിക്കുന്നു. ഞാൻ ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകും. ചെന്നില്ലെന്നും പറഞ്ഞ് വഴക്കാം. ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തന്നെയല്ലേ ഉള്ളൂ പുല്ല് പറിക്കാനും അതിനും ഇതിനൊക്കെ. അത് കാരണം ഇങ്ങനെ പോരുന്ന. ഇപ്പോൾ എന്നെ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെ ഇഷ്ടമായാൽ ഈ 3 കാര്യങ്ങളും ചെയ്യണം കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. സബ്സ്ക്രൈബും തന്ന് ലൈക്കും തന്ന് കമൻറ്റും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിതുപോലെ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. മോളിക്കുട്ടി പുല്ല് പറിക്കും, ഞാൻ വീഡിയോ എടുത്ത് നിൽക്കും. ഈ വീഡിയോ എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അയ്യോ, മടുപ്പാട്ടോ. എന്നാന്ന് പറഞ്ഞാലും പശു വളർത്തുന്നവരൊക്കെ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് സ്ഥലങ്ങൾ കുറവല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കാം. അപ്പം വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.